ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്രിസ്മസ് ഷോപ്പിങ്ങും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യങ്ങളൊന്നും ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ആവശ്യത്തിൽ അധികം ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതും എല്ലാം ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ തവണ എന്തെങ്കിലും ന്യൂലി ആഡ് ഓൺ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ വീട്ടിനടുത്തുള്ള ഗ്രാൻഡ് എമിറേറ്റ്സ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ക്രിസ്മസ് കളക്ഷൻസ് ഞാൻ കണ്ടു. അതും നമുക്ക് പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ, ഈവൻ ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ പോയതിനേക്കാളും റേറ്റ് കുറവിൽ ഇവിടെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ഒരു റിബണൊക്കെ 2.99 ദിർഹം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സ്നോമാൻ 3.99 ദിർഹം ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇത്രയും പൈസ കുറവിൽ നല്ല ഭംഗിയുള്ള ലൈറ്റൊക്കെ കത്തുന്ന സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പറ്റി എനിക്ക്. അപ്പോൾ ഞാൻ ഈ റിബൺ മേടിച്ചു, സ്നോമാനെ മേടിച്ചു. പിന്നെ ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് പ്ലഗിൽ കണക്ട് ചെയ്തിട്ട് ഇതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഇതേപോലെ ഡെക്കർ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും മേടിച്ചില്ല. കാരണം എനിക്ക് ഇതിനേക്കാളും കൂടുതൽ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മേടിക്കാനായിരുന്നു ഞാൻ ഈ തവണ വന്നത്. ഇതൊക്കെ നോക്കിപ്പോയി. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ എടുത്തു. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ ഈ ഒരു കാണുന്ന ഈ ഒരു ഡെക്കർ പീസിന് 4 ദിർഹംസ് ആയിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു ക്രിസ്മസ് തീമിൽ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാണിച്ചുന്ന കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് എൻ്റെ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി റൂമിൽ ചെന്നിട്ട് നമ്മുടെ 2 കൊല്ലം മുമ്പ് മുതൽ മേടിച്ച ഐറ്റംസ് എല്ലാം ഞാൻ ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എടുത്ത് ഇനി നമുക്ക് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് പുതിയതായിട്ടും പഴയതായിട്ടും എൻ്റെ കളക്ഷനിലുള്ളത്. ഇതെല്ലാം ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ക്രിസ്മസ് കഴിയുമ്പോൾ തന്നെ ഞാനിതെല്ലാം ഇതുപോലെ ബോക്സസിലാക്കി വെക്കുന്നത് കൊണ്ട് ഓരോ തവണ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും പുതിയതായിട്ടുള്ള ഫീല് നമുക്ക് ഉണ്ടാവും. കാരണം ഒന്നും ഡാമേജ് ആയിട്ടില്ല. ഈവൻ കളറ് പോലും ഇത്തിരി പോലും ഫെയ്ഡായിട്ടില്ല. കാരണം അതുപോലെയാണ് ഞാൻ പാക്ക് ചെയ്ത് വെക്കാറ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് വീണ്ടും മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ തവണ ഞാൻ വളരെ കുറച്ച് ഐറ്റംസേ മേടിച്ചിട്ടുള്ളൂ. അതിലൊന്നാണ് ഈ കാണുന്നത്. പിന്നെ ഈ സ്നോമാനെ മേടിച്ചു, പിന്നെ ഈ റിബൺ മേടിച്ചു, പിന്നെ ഈ ഒരു പൈൻ ട്രീ മേടിച്ചു. ഇതേപോലത്തെ 2 പൈൻ ട്രീസ് ഞാൻ മേടിച്ചു. ഇതൊരെണ്ണം ലൈറ്റ് കത്താത്തതാണ്, ഇത് ലൈറ്റ് കത്തുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ടൈം ലാപ്സിൽ ഇട്ടിട്ടായിരിക്കും കാണിക്കുക. കാരണം ഇതെല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2-3 hours ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റിങ്ങും പരിപാടി അതിൻ്റെ കണക്ഷൻസും ഇതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ എനിക്കൊരു 5 മണിക്കൂർ ഈ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷനിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടൈം ലാപ്സിൽ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ബോറടിച്ച് ചത്തുപോകും. അതുകൊണ്ട് ടൈം ലാപ്സിൽ ഇട്ടിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഞാൻ ഇതുപോലെ എല്ലാം അതിൻ്റെ ലീഫും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വെച്ചു. പിന്നെ ചുമ്മാ നമ്മൾ റീൽസിലൊക്കെ കാണില്ല, ഇങ്ങനെ ഇടുമ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടുന്നത്. ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് അങ്ങനെ ചെയ്തതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ടൈം എടുത്തിട്ട് തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്താലേ അതിൻ്റെ ആ ഒരു ഭംഗിയും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീലും കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പരിപാടി ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരിക്കലും ഇത് ചെയ്യുന്നുണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതിലൊക്കെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും എനിക്കൊരു മടിയുമില്ല. പിന്നെ എനിക്കിഷ്ടമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ എത്ര ടൈം എടുത്താലും എനിക്ക് ലാസ്റ്റ് അതിൻ്റെ ആ ഒരു ഭംഗിയിൽ ആ ഒരു ഔട്ട്പുട്ട് കാണാൻ വേണ്ടി എത്ര ടൈം വേണമെങ്കിലും ഞാൻ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ക്രിസ്മസ് അല്ലെങ്കിൽ ഡിസംബർ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഫേവററ്റ് ഒരു മാസമാണ്. പിന്നെ ഞാൻ ടോപ്പിൽ ഇതുപോലെ ഒരു സ്റ്റാറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ ലുക്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റിങ്ങും പരിപാടിയും കൂടി ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഇനി താഴെ ഞാൻ നമ്മുടെ ഗിഫ്റ്റ് ബോക്സസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഈ ഡെക്കർ ഐറ്റംസിൻ്റെ ബോക്സസ് ഉണ്ടാവും എംപ്റ്റി ആയിട്ട്. അപ്പോൾ നമുക്കത് ഒരു സ്പേസ് കൺസ്യൂമിംഗ് ആയിട്ട് നമുക്ക് വെക്കണ്ട. നമുക്ക് ആ സെയിം ബോക്സസിന്
കുറച്ച് ഗിഫ്റ്റ് റാപ്സൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കവർ ചെയ്ത് ഒരു ഗിഫ്റ്റ് ബോക്സസ് ആക്കിയിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീയുടെ അടിയിൽ വെക്കാം. അപ്പോൾ കുറച്ചും കൂടിയും കാണാനും ആ ഒരു ആസ്തറ്റിക് വൈബൊക്കെ നമുക്കിങ്ങനെ വരും. അപ്പം ഞാനിപ്പോൾ പിക്ക് ചെയ്ത കളറ് ഗോൾഡൻ കളറും അതേപോലെ തന്നെ റെഡ് കളറായിട്ടുള്ള റാപ്പേഴ്സാണ് ഞാൻ മേടിച്ചത്. എന്നിട്ട് ഞാൻ ഇതുപോലെ എല്ലാ ബോക്സസും എം ടി ആയിട്ടുള്ള ബോക്സസും ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ നോർമലി ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യണ പോലെ ഇതുപോലെ ബോക്സസ് ആക്കി കീപ്പ് ചെയ്യുക. ലാസ്റ്റ് 2 years ആയിട്ട് നമ്മുടെ ഒരു ക്രിസ്മസിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റെഡും ഗോൾഡനും തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ടൈം മുതൽ ഞാൻ ഈ ഒരു കളർ തീം ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. റെഡും ഗോൾഡനും ഒന്ന് മാറ്റി പിടിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു കളർ തീമിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ കൊല്ലം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് ബോക്സസ് എല്ലാം സെറ്റായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരം 5 മണിയായിട്ടുണ്ട് ഈ പരിപാടി എല്ലാം കഴിഞ്ഞപ്പം. ഞാൻ രാവിലെ മോർണിംഗ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 10:30-11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് പരിപാടി. എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസിൻ്റെ ട്രീൻ്റെ അടിയിൽ എല്ലാ ബോക്സസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈവനിങ്ങിൽ ഇതിൻ്റെ വ്യൂ ഇങ്ങനെയായിരിക്കും. ഞാൻ ഈ ഒരു ഡെക്കർ പീസ് ആ ഒരു ചുമരിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്മസ് ഒരു വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടി വിയിൽ അതിൻ്റെ ഒരു ഇമേജും ഒരു മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു പൈൻ ട്രീ ഞാൻ നമ്മുടെ കോഫി ടേബിളിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. നൈറ്റൊക്കെ ആയപ്പോഴേക്കും കംപ്ലീറ്റ് ക്രിസ്മസ് ആ ഒരു മൂഡായിരുന്നു വീട്, ആ ഒരു ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്ത ആ ഒരു ടൈമിന് എനിക്ക് ഒട്ടും ഒരു എന്താ പറയുക വേസ്റ്റേജ് ആയി തോന്നുന്നില്ല. എനിക്ക് 100% ഞാൻ ഹാപ്പി ആയിരുന്നു ഈ ഒരു ഔട്ട്പുട്ട് കണ്ടപ്പം. നിങ്ങൾക്ക് ഏത് വ്യൂ ആണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയണം. ഈവനിങ് ആ ഒരു ഏകദേശം 5 മണി ടൈമിൽ ലൈറ്റൊക്കെ ഉണ്ടാവുമ്പോൾ ക്രിസ്മസ് ട്രീ കാണാനാണോ അതോ നൈറ്റിൽ കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയണം. എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉള്ള സ്ഥലത്ത് ഞാൻ ആ ഒരു മിനിമലായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളും കുറച്ച് സാധനങ്ങൾ ഈ തവണ മേടിച്ചിട്ട് ആണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണം എന്തായാലും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ വീട്ടിൽ കുഞ്ഞ് സ്പേസേ ഉള്ളൂവെങ്കിലും കുഞ്ഞ് ട്രീ എങ്കിലും നമ്മൾ വെക്കുക. അതൊരു ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു മാസത്തിൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഹാപ്പി ആയിട്ട് നമുക്ക് ആ ഒരു ഇയർ എൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ല ക്രിസ്മസ് ഗിഫ്റ്റ്സൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അതൊക്കെ ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ മാക്സിമം നമ്മുടെ ഈ ഒരു ഡിസംബർ മാസം വളരെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക, വിത്ത് ലോട്ട്സ് ഓഫ് ഹോപ്സും. പിന്നെ അതേപോലെ നമ്മുടെ നെക്സ്റ്റ് ഇയർ അടിപൊളി സക്സസ് ആവാനും ഉള്ളൊരു രീതിയിൽ നമ്മൾ ഈ ഒരു കൊല്ലം നമ്മൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എൻ്റെ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നൈറ്റ് ആയപ്പം ഞങ്ങൾ അക്കിക്ക് ഒരു മാല ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതായത് കല്യാണത്തിന് ഞാൻ ഇട്ട് കൊടുത്ത മാല ഒന്ന് മാറ്റണം. കാരണം അതിൻ്റെ ആ ഒരു മാലയ്ക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കെട്ട് കുടുങ്ങുന്ന പോലത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നക്ഷത്ര ജ്വല്ലേഴ്സിലാണ്. ഇത് നമ്മുടെ ഹംദാൻ സ്ട്രീറ്റിലുള്ള ഒരെണ്ണമാണ്. ഈ കാണുന്ന മാലയാണ് മാറ്റിയിട്ട് വേറെ മാല മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാലയായിരുന്നു. ഭയങ്കര അത്യാവശ്യം തിന്നാണ്, എന്നാൽ നല്ല ഭംഗിയുള്ള മാലയാണ്. എന്തായാലും പുള്ളിക്കാരൻ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഇങ്ങനെ ഒരു കെട്ട് കൊടുങ്ങുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് നമ്മൾ മാറ്റുകയാണ്. പിന്നെ 3 കൊല്ലമായി. പിന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി ലേഡീസൊക്കെ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നെക്ക് പീസസ് ആണെങ്കിലും ഇയറിങ്സ് ആണെങ്കിലും ഫിംഗർ റിങ്സ് ആണെങ്കിലും ബ്രേസ്ലെറ്റ്സ് ആണെങ്കിലും ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഞാനവിടെ കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബ്രേസ്ലെറ്റ്സും ഫിംഗർ റിങ്സും ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന മാലയാണെങ്കിലും ഈ കമ്മലാണെങ്കിലും ഒക്കെ വരിക. പക്ഷെ ഒരുപാട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള എന്നാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, ഡെയിലി നമുക്ക് ഇടാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ വന്നിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ ഇത് നമ്മുടെ മദീനയിലുണ്ട്, അതേപോലെ തന്നെ ഹംദാനിലുണ്ട്. നിങ്ങളത് നോക്കുക. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഹംദാൻ സ്ട്രീറ്റിലുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് നമ്മുടെ അക്കയ്ക്ക് മാലയൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ചെയിൻ തന്നെയാണ് എടുത്തത്. പുള്ളിക്കാരൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്തതാണ്.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നുണ്ടായത്. ഷോപ്പിംഗ് ചെയ്തു, പിന്നെ ഡെക്കറേഷൻ ചെയ്തു, പിന്നെ അക്കൊക്കെ മാല മേടിക്കാൻ വന്ന ഒരു സ്മോൾ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.